ഒരു കുടുംബത്തിലെ 3 പേർ തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ നടുങ്ങി കാഞ്ഞിരമുക്ക് പ്രദേശം. ബുധനാഴ്ച പുലർന്നത് ദുരന്ത വാർത്തയറിഞ്ഞ്. മാർജരി പഞ്ചായത്തിലെ കാഞ്ഞിരമുക്ക് പുറങ്ങ് സ്വദേശിയായ സജീവന്റെ വീടുകാച്ചൽ ചടങ്ങായിരുന്നു ബുധനാഴ്ച. പുലർച്ചെ 2 മണിയോടെ അയൽവാസിയായ മണികണ്ഠന്റെ വീട്ടിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇപ്പോഴും ഭീതിയോടെയാണ് സജീവൻ ഓർത്തെടുക്കുന്നത്. അഗ്നി വിഴുങ്ങിയ 5 ശരീരങ്ങൾ, മാരകമായി തീപ്പൊള്ളലേറ്റ അമ്മയും മകനും മകൻ്റെ ഭാര്യയും, ഭാഗികമായി പൊള്ളലേറ്റ മറ്റു 2 കുട്ടികൾ. രൂക്ഷമായ മനുഷ്യമാംസത്തിൻ്റെ ഗന്ധവും വീടിനകം ഭയാനകമാക്കി. വിവരമറിഞ്ഞ നാട്ടുകാർ ചേർന്ന് കുടുംബാംഗങ്ങളെ മുഴുവൻ ആശുപത്രിയിലെത്തിച്ചു. നേരം വെളുത്തതോടെ ഞെട്ടലോടെയാണ് നാട് ഈ ദുരന്ത വാർത്തയറിഞ്ഞത്. ഇതോടെ സമീപവാസികൾ വീടിനു മുന്നിൽ തടിച്ചുകൂടി. 11 മണിയോടെ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കാഞ്ഞിരമുക്ക് പ്രദേശം. പപ്പട തൊഴിലാളിയായ മണികണ്ഠൻ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. 2 ആഴ്ച മുമ്പ് മകളുടെ വിവാഹ നിശ്ചയം ഏറെ ആഘോഷത്തോടെയാണ് നടത്തിയത്. ഇതിനിടെയുണ്ടായ ഈ കുടുംബത്തിൻ്റെ ദുരന്തം ഞെട്ടലോടെയാണ് നാട് കേട്ടത്. കുറച്ചു നാളായി മാനസിക പ്രയാസത്തിലായിരുന്നു മണികണ്ഠനെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ് കൂട്ട ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് മണികണ്ഠൻ പോലീസിനോട് പറഞ്ഞത്. മണികണ്ഠൻ്റെ വീട്ടിൽ നിന്നും ആത്മഹത്യയ്ക്ക് ഉപയോഗിച്ച പെട്രോളിൻ്റെ അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെത്തി. NCV ന്യൂസ് പൊന്നാനി.